ഞാൻ നിങ്ങൾക്ക് പുതിയ ഒരു ഹൃദയം തരും. അടുത്തൊരു കരയോട് പറഞ്ഞു, പുതിയ ഹൃദയം ആഗ്രഹമുണ്ടോ? പുതിയ ഹൃദയം ആഗ്രഹമുണ്ട്. ഈ പഴയ ഹൃദയത്തിനകത്ത് ചപ്പും ചവറും എല്ലാം കയറി വേസ്റ്റായി ഒന്ന് ക്ലീൻ ചെയ്ത് വരാൻ കുറച്ച് സമയം എടുക്കും. അതിനേക്കാളും നല്ലത് പുതിയ ഹൃദയം സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്നാൽ മനോഹരമായിരിക്കും നമ്മുടെ ജീവിതം. എൻ്റെ ഒരു സുഹൃത്തൊരു അഭിഷിക്തനുണ്ട്. അദ്ദേഹത്തിന് ഒരു ഗുണ്ടയായിരുന്നു. അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പോലീസ് അവനെ ഇടിച്ചങ്ങ് റെഡിയാക്കി. അവന് പോലീസ് സ്റ്റേഷനകത്ത് കിടന്ന് വനിതാ പോലീസിനെയൊക്കെ ചീത്ത പിടിച്ചു. അപ്പോൾ അവൻ്റെ ആ കൊഴുപ്പ് എന്ത് ചെയ്തു? അവിടുത്തെ SI ഇടിച്ചങ്ങ് ഇളക്കി കളഞ്ഞു. അവന് വൈദ്യം പറഞ്ഞു, 90 ദിവസത്തിനകത്ത് നീ മരിക്കും. പ്രൈസ് ദി ലോർഡ്. അവിടെ കിടന്നുകൊണ്ട് അവൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് ദൈവദാസ, ഡോക്ടർമാർ പറഞ്ഞു അവൻ്റെ കരൾ പോയി, അവൻ്റെ എല്ലാം പോയി, അവൻ്റെ എല്ലാം ഈ മാങ്ങയിൽ എറി കൊണ്ടാൽ കേട് വന്നിരിക്കുന്നത് പോലെ അവൻ്റെ ഇൻറ്റേണൽ ഓർഗൻസ് മുഴുവനും പോലീസ്, നല്ല ചുണയുള്ള പോലീസുകാർ എന്ത് ചെയ്തു? ഇടിച്ചങ്ങ് വാട്ടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വാടിപ്പോയി. കർത്താവിനോട് അവൻ കരഞ്ഞ് നിലവിളിച്ച് അവിടെ കിടന്ന്, കർത്താവേ, എൻ്റെ ഹാർട്ടെല്ലാം പോയി. പ്രൈസ് ദി ലോർഡ്. എൻ്റെ എല്ലാം പോയി. അപ്പോൾ വൈദ്യം പറഞ്ഞു, മോനെ, നീ മരിക്കും 90-ൻ്റെ അന്ന്. എന്നെക്കൊണ്ട് രക്ഷിക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയട്ടെ, അവൻ അവിടെ കിടന്ന് ചുവരിനോട് ചേർന്ന് കിടന്ന്, പ്രൈസ് ദി ലോർഡ്, അവൻ പ്രാർത്ഥിച്ച്, ദൈവസന്നിധിയിൽ എൻ്റെ പാപത്തെ ക്ഷമിക്കണം, എൻ്റെ അകൃത്യവും അതിക്രമവും ക്ഷമിക്കണം, എൻ്റെ അഹങ്കാരം ക്ഷമിക്കണം, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ അവനൊരു കാഴ്ച കണ്ടു. സ്വർണ്ണ നിറത്തിലുള്ള ഒരു ഹൃദയം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അവൻ്റെ പഴയ ഹൃദയം എടുത്തു മാറ്റിയിട്ട് അവിടെ ഒരു ഗോൾഡൻ കളറിലുള്ള ഹൃദയത്തെ ഫിറ്റ് ചെയ്തു. ഹല്ലേലൂയ. 90 ദിവസമായപ്പോൾ പറഞ്ഞ വൈദ്യൻ മരിച്ചു കിടക്കുന്നു, ഹാർട്ട് അറ്റാക്കായിട്ട്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, നിന്നോട് നീ തട്ടിപ്പോകുമെന്ന് പറയുന്നവൻ, നീ മാനസാന്തരപ്പെട്ടാൽ അവൻ തട്ടിപ്പോവും, നീ ജീവിച്ചിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം സ്വർഗം നിനക്ക് ഒരു പുതിയ ഹൃദയത്തെ വേണമെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നു? അതായത് നിന്റെ കല്ല് പോലുള്ള ഹൃദയത്തെ ദൈവം പറയാണ്, നിന്റെ കല്ല് പോലുള്ള ഹൃദയം, കഠിനമായ ഹൃദയം അനേകരുടെ ജീവിതത്തെ അത് തകർക്കുവാനിടയാകും. എന്നാൽ ഇന്ന് പകലും ഒരു മാംസളമായ ഹൃദയം ആത്മാവ് നിനക്ക് തന്ന ഒരു പുതിയ ഹൃദയം തന്ന്, ഹല്ലേലൂയ, ഇതിനകത്തിരിക്കുന്ന ചിലരോട് ആത്മാവ് പറയുകയാണ്, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിന്റെ ജീവിതത്തിനകത്ത് അനുഗ്രഹത്തിന് പകരം ശൂന്യതയായിരുന്നെങ്കിൽ അത് നിന്റെ ഹൃദയം കഠിനമായിരുന്നത് കൊണ്ടാണ്. എന്നാൽ ഇന്ന് പകൽ നിന്റെ കഠിന ഹൃദയത്തെ ആത്മാവ് പുതിയ ഹൃദയമാക്കി. ഓ ജീസസ്, ഒരു പുതിയ ഹൃദയം, ഒരു മാംസളമായ ഹൃദയം പരിശുദ്ധാത്മാവ് നിനക്ക് ഇന്ന് പകൽ തരാൻ പോവുകയാണ്. അത് നിനക്ക് തരുമ്പോൾ നിന്റെ ജീവിതത്തിലെ കല്ല് പോലുള്ള ഹൃദയം മാറ്റി ജഡത്തിൽ നിന്ന് നീക്കി മാംസളമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി വയ്ക്കും. ഹല്ലേലൂയ. കാരണം എന്ന് പറഞ്ഞാൽ ഈ ജനം ബാബേൽ പ്രവാസ കാലഘട്ടത്തിൽ കിടക്കുക, അടിമ നുകത്തിൽ കിടക്കുന്ന ജനത്തിനെ നോക്കി പറയാണ്, ഈ അടിമ നുകത്തിൽ നീ കിടക്കാൻ എന്താ കാരണം? നീ കണ്ടവൻ്റെ അടിമയായിരിക്കാൻ കാരണം എന്താണ്? നിന്റെ കൃഷിയിടങ്ങൾ ശൂന്യമായിരിക്കാൻ കാരണം എന്താണ്? നിന്റെ ജീവിതത്തിലെ ഈ തകർച്ചയ്ക്ക് കാരണം എന്താണ്? നീ ഒരു ഫലം അനുഭവിക്കാത്തതിന് കാരണം എന്താണ്? നിന്റെ ലൈഫിൽ ഇത്രത്തോളം കഷ്ടം വരാൻ കാരണം എന്താണ്? നീ ചിതറിപ്പോകാൻ കാരണം എന്താണ്? നീ അസ്ഥിത്താഴ്വരയ്ക്ക് അകത്ത് കിടക്കാൻ കാരണം എന്താണ്? നീ ശവക്കുഴിക്കകത്ത് കിടക്കുന്നത് പോലെ നാറി ജീവിക്കാൻ കാരണം എന്താണ്? അതിന് കാരണം നിന്റെ കല്ല് പോലുള്ള ഹൃദയമാണ്. എന്നാൽ നീ മനം തിരിഞ്ഞാൽ നിനക്ക് ഞാൻ ഒരു പുതിയ ഹൃദയം തരും. എൻ്റെ ആത്മാവിനെ അതിൻ്റെ ഉള്ളിലാക്കും. എന്നിട്ട് ഞാൻ നിന്നെ ഒരു സൈന്യമാക്കി എഴുന്നേൽപ്പിക്കും. ഓ ജീസസ്, ഇന്ന് പകൽക്കാലം നിന്റെ ലൈഫിലെ ശൂന്യതകളെ, തകർച്ചകളെ, നാറുന്ന അനുഭവങ്ങളെ, ചിതറിപ്പോയ അനുഭവങ്ങളെ, ഫലമില്ലാത്ത അനുഭവങ്ങളെ, ഫ്രൂട്ടില്ലാത്ത അനുഭവങ്ങളെ, ഉണങ്ങിയ അനുഭവങ്ങളെ നോക്കി ആത്മാവ് വിളിച്ചു പറയുകയാണ്, ഇതാ ഞാൻ നിനക്കൊരു പുതിയ ഹൃദയം, മാംസളമായൊരു ഹൃദയം. ഒട്ടകത്തിന്റെ മുട്ട
കഠിനമുള്ളതാണ്. ഒട്ടക പക്ഷി ഒരു കഠിനമാണ്, എന്നാലും അതിനെ വിളിക്കുന്നത് ഒട്ടക പക്ഷി എന്നാണ്. ഹല്ലേലൂയ. പറക്കത്തില്ല, ഓടത്തേ ഉള്ളൂ. എന്നാൽ അങ്ങനെയുള്ള ചിലരുണ്ട്. ഹല്ലേലൂയ. അവർ വിശ്വാസികളാണ്, ദൈവമക്കളാണെന്ന പേരാണ്, പക്ഷേ അവരുടെ ഹൃദയം കഠിനമാണ്. ആ കഠിന ഹൃദയം അനേകരുടെ ജീവിതങ്ങളെ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ ആത്മാ പറയാണ്, നിന്റെ ഹൃദയത്തിന്റെ കാഠിന്യത മാറ്റി ഒരു മാംസള ഹൃദയം നിനക്ക് വെച്ച് പിടിപ്പിച്ച് ഞാൻ നിന്റെ ഉള്ളിൽ ആത്മാവിനെ ആക്കിയിട്ട് നിന്റെ ശൂന്യതകളെ ഇന്ന് പകൽക്കാലം മാറ്റാൻ പോവുകയാണ്. ഓ ജീസസ്, ഹല്ലേലൂയ. വഴിയെ പോകുന്ന സകല മനുഷ്യരും നിന്നെ കണ്ട് ശൂന്യമാണെന്ന് പറയുമ്പോൾ ഇന്ന് പകൽ ആത്മാവ് വിളിച്ചു പറയും, നിന്റെ ശൂന്യത മാറാൻ പോവുകയാണ്. ഹല്ലേലൂയ ജീസസ്. അതിന്റെ 36 വായിച്ചു. 36ന്റെ 36 വായിച്ചാട്ടെ. 34 മുതൽ വായിക്ക്. കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിങ്ങളുടെ അകൃത്യങ്ങളൊക്കെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കുന്ന നാളിൽ നിങ്ങളുടെ പട്ടണങ്ങളിൽ ഞാൻ ആളെ പാർപ്പിക്കും. അതായത് ഒന്നുമില്ലാതെ പാർപ്പിടങ്ങളിൽ ആളില്ലാത്ത അവസ്ഥയാണ്. പക്ഷേ കർത്താവ് പറയുന്നു, നിന്റെ ഹൃദയത്തെ ഞാൻ പണിത് ഒരു പുതിയ ഹൃദയം തന്ന് നിന്റെ അകത്ത് ആത്മാവിനെ ആക്കി വെച്ചാൽ ഇനി നിന്റെ ലൈഫിലെ ഓരോ ഏരിയയിലുള്ള ശൂന്യതയെ ആത്മാവ് എടുത്തു മാറ്റാൻ പോവുക. ഹല്ലേലൂയ. പാർപ്പിടങ്ങളിൽ ആളില്ലാത്ത അവസ്ഥ, അതേ സ്ഥലങ്ങളിൽ ദൈവം നിനക്ക് ആളിനെ തരാൻ പോവുകയാണ്. നിന്റെ കൃഷി നിന്റെ ജീവിതത്തിലെ ബിസിനസ്സിനകത്ത് ആളില്ല, ആരും നിന്റെ ബിസിനസ് സ്ഥാപനത്തിൽ വരുന്നില്ല. പക്ഷേ ദൈവം നിന്നെ തൊട്ടാൽ ജനങ്ങൾ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്നത് പോലെ എൻ്റെ ദൈവം നിന്നിലേക്ക് ആൾക്കാരെ ഇടിച്ചു കയറ്റാനിടയാകും. നിന്റെ സ്ഥാപനങ്ങൾ നിറയും, നിന്റെ സ്ഥാപനങ്ങൾ നിറയും. ബിസിനസ് ചെയ്യുന്നവരോട് ദൈവാത്മാ പറയുകയാണ്, നീ ദൈവത്തിന്റെ കൂടെ ചേർന്ന് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ മനം തിരിഞ്ഞ് ദൈവസന്നിധിയിൽ നിന്നെ ഏൽപ്പിച്ചാൽ നിന്റെ അകത്ത് അഭിഷേകം വരുമ്പോൾ നിന്റെ സ്ഥാപനങ്ങളിൽ ജനം കേറാൻ പോയാൽ നിന്റെ സ്ഥാപനം ദൈവം നടത്താൻ പോകുന്നു. ഇന്ന് പകൽ ചില ശാപങ്ങൾ പൊട്ടട്ടെ, ചില ശാപങ്ങൾ നിന്റെ ജീവിതത്തെ വിട്ട് ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് വെട്ടിക്കളയാൻ പോയ ചില ശാപക്കെട്ടുകൾ അഴിയട്ടെ. ഏത് കാര്യത്തിൽ തൊട്ടാലും പരാജയം അനുഭവിക്കുന്ന ചിലരെ നോക്കി ആത്മാവ് പറയുന്നു, എവിടെ ചെന്നാലും പരാജയം. കഴിവില്ലാത്തത് കൊണ്ടല്ല, ബുദ്ധിയില്ലാത്തത് കൊണ്ടല്ല, അറിവില്ലാത്തത് കൊണ്ടല്ല, ഉത്സാഹമില്ലാത്തത് കൊണ്ടല്ല, പക്ഷെ നീ എവിടെ പോയാലും ഒരു ശൂന്യതയാണെങ്കിൽ ആത്മാവ് പറയുന്നു അത് ശാപമാണ്. അത് ഇന്ന് പകൽ ദൈവാത്മാവ് അഴിക്കുന്നു. അഴിയട്ടെ. ശൂന്യത ഒരു ശാപമാണ്, ശൂന്യത ഒരു ശാപമാണ്, ശൂന്യത ഒരു ശാപമാണ്. ഈ ശാപം ഇന്ന് പകൽ ആത്മാവിനെ ഞാൻ വെട്ടുന്നു. നിന്റെ ജീവിതം ശൂന്യമാണോ? നിന്റെ ജീവിതം ശൂന്യമാണോ? നിന്റെ ബിസിനസ് ശൂന്യമാണോ? നിന്റെ അക്കൗണ്ടുകൾ ശൂന്യമാണോ? നിന്റെ പേഴ്സ് ശൂന്യമാണോ? നിന്റെ ജീവിതത്തിലെ ചില മേഖലകൾ നിനക്ക് തലമുറയില്ലാത്ത അവസ്ഥയാണോ? നിനക്ക് ജോലിയില്ലാത്ത അവസ്ഥയാണോ? ഈ ശാപം ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് എടുത്തു മാറ്റി ദൈവം നിന്നെ നിറയ്ക്കാൻ പോകുന്നു. ഉദരഫലങ്ങളെ കൊണ്ട്, ഉദരഫലങ്ങളെ കൊണ്ട് നിറയട്ടെ. ഉദരഫലങ്ങൾ ഉണ്ടാകട്ടെ, ഉദരഫലം ഉണ്ടാകട്ടെ, ഫലം കായ്ക്കുന്ന വ്യക്തിയാകട്ടെ. Oh Jesus. Yes. ദൈവത്തിന്റെ വചനം വായിച്ചേ. ശൂന്യതകളെ ഞാൻ പണിയും. എന്താണ് ശൂന്യതകളെ ഞാൻ പണിയും? വഴി പോകുന്ന ഏവരെയും കാഴ്ചയ്ക്ക് ശൂന്യമായി കിടക്കുന്ന പ്രദേശത്ത് കൃഷി നടക്കും. അതെ, കഴിഞ്ഞ നാൾ ഇന്ന് വരെ നിന്നെ കാണും ആൾക്കാർ നോക്കുമ്പോൾ ബൈബിൾ എടുത്തോണ്ട് രാവിലെ കൈ വീശിതാ പോകുന്നു. ജീവിതം എന്താണെന്ന് ഫലമില്ലാത്ത അവസ്ഥ. മറ്റുള്ളവരുടെ മുമ്പിൽ നീ ദൈവം ഒരു മനുഷ്യനെ കൈവിട്ടാൽ അവൻ മറ്റുള്ളവരുടെ കണ്ണിൽ ഒരു നിന്നാപാത്രമായി മാറും.
അവർ മറ്റുള്ളവർക്ക് ഒരു കാഴ്ച വസ്തുവായി മാറും. അവർ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു സ്തംഭന വിഷയമായി മാറും. അവർ മറ്റുള്ളവരുടെ കണ്ണിൽ ഒരു കയ്പായി മാറും. നീ നല്ലത് ചെയ്താലും അത് മറ്റുള്ളവർക്ക് തിന്മയായി തോന്നും. ഹല്ലേലൂയ. ഒരു ആശ്ചര്യമായ, എപ്പോഴും നിന്നെക്കുറിച്ച് അവർ പറയുന്നത് നല്ലതൊന്നും കാണത്തില്ല. അവരെപ്പോഴും പറയും, അവർ പാട്ടും പ്രാർത്ഥന ആരാധന ശരിയാണ്, ക്രിസ്ത്യാനിയാണ്, പക്ഷേ ഹല്ലേലൂയ അവൻ്റെ ജീവിതം നോക്ക് ശൂന്യമാണ്. അവൻ തൊടുന്നതൊക്കെയും ശാപമാണ്. ഹല്ലേലൂയ. പക്ഷേ നിന്റെ വിളി അതല്ലല്ലോ. ഹല്ലേലൂയ. നിന്നിൽ വ്യാപരിക്കുന്ന ആത്മാവൻ അത് അങ്ങനെയുള്ളൊരു ശൂന്യത ഉണ്ടാക്കുന്നതല്ല. നിന്നിൽ വ്യാപരിക്കുന്ന ആത്മാവിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അത് ഉള്ളിടത്തെല്ലാം ജീവൻ വ്യാപരിക്കും. നിന്നിലുള്ള അഭിഷേകത്തിനെ കുറിച്ച് വചനം പറയുന്നത് അത് ആറ്റരുകത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഫലമുള്ളതായി മാറുമെന്ന് ദൈവവചനം ദൈവത്തിന്റെ ജനത്തെക്കുറിച്ച് പറയുമ്പോൾ നീ ഒരു ശൂന്യമായി, നീ ഒരു സ്തംഭന വിഷയമായി, നീ ഒരു ചോദ്യചിഹ്നമായി, നീ ഒരു അത്ഭുതമായി, ഒരു ആശ്ചര്യമായി മറ്റുള്ളവരുടെ കണ്ണിൽ നിന്നാ പാത്രമായി ഇരിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം നീ ആത്മനിറവിൽ അറിഞ്ഞൊന്ന് ആരാധിച്ചിട്ട്, എന്റെ കർത്താവേ, എന്നെ ദൈവത്തിന്റെ ആത്മാവിനാൽ ഞാൻ നടത്തപ്പെടുന്ന വിഷയമായി മാറണം. ഞാൻ ആത്മാവിനാൽ നടത്തപ്പെട്ടാൽ ഞാൻ ഫലമുള്ള വൃക്ഷമായി മാറും. ഹല്ലേലൂയ ജീസസ്. ഹല്ലേലൂയ. സ്തോത്രം. ശൂന്യമായൊരു വ്യക്തിയാണ് ദൈവം വിളിച്ചത് അബ്രഹാമിനെ. വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വിറ്റ് സ്വസ്ഥതയും സമാധാനമല്ല, കിടന്ന ഉറക്കമല്ല, രാത്രി കാണുന്നതെല്ലാം മൂർഖാം പാമ്പിനെ. അങ്ങനെ കിടന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്ന അബ്രഹാമി എന്ന് ഒറ്റ വിളി. ഹല്ലേലൂയ. നോക്കണം, പൈസ ഇല്ലാത്തതുകൊണ്ടല്ല, ദാരിദ്ര്യവാസിയായതുകൊണ്ടല്ല, പിച്ചക്കാരനായതുകൊണ്ടല്ല ഇറങ്ങിയത്. ഹാലയിൽ വലിയ കുടുംബം, പേരുകേട്ട കുടുംബം, ഭയങ്കര ജോലിക്കാര്, ബിസിനസ്സുകാര്, ഒരു മാസം എത്രയോ ലക്ഷം രൂപ ബിസിനസ് ചെയ്തുണ്ടാക്കുന്ന ഫാമിലിക്ക് അകത്ത് നിന്ന് സ്വർഗത്തിലെ ദൈവം വിഗ്രഹങ്ങളുടെ ഇടയിൽ വിഗ്രഹം ഉണ്ടാക്കി തളർന്നു കിടന്ന് ഉറങ്ങിയവനെ സ്വർഗീയ ദൈവം, ജീവനുള്ള ദൈവം ഇറങ്ങി അബ്രഹാമേ എന്നൊരൊറ്റ വിളി. പ്രൈസ് ദി ലോർഡ്. വിളിച്ചപ്പോൾ അബ്രഹാം തിരിച്ചു പറഞ്ഞില്ല 30,008 ദേവന്മാർ എനിക്കുണ്ടെന്ന് പറഞ്ഞില്ല. വിളി കേട്ടുടനെ ചാടി വിഗ്രഹങ്ങളുടെ ഇടയിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടു. ഹല്ലേലൂയ. ഒന്നുമില്ല, ശൂന്യം. തൻ്റെ ഭാര്യയുണ്ട്, തനിക്ക് പിന്നെ അപ്പനുണ്ട്, എല്ലാവരും ഉണ്ട്, പാരമ്പര്യങ്ങളെല്ലാം വിട്ടിറങ്ങി. ഹല്ലേലൂയ. ഇറങ്ങിയപ്പോൾ ശൂന്യമായിരുന്നു. 12-ാം അധ്യായം നോക്കുമ്പോൾ അവിടെ ശൂന്യം മാത്രം. ഹല്ലേലൂയ. പക്ഷെ 22-ാം അധ്യായത്തിൽ വരുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, അവിടെ കാണുന്നത് മഹാധനവാനും സമ്പന്നനും ശൂന്യതയിൽ നിന്നും തലമുറയെ 25 വർഷത്തിന് ശേഷം ഒരു അസാധാരണ തലമുറയും വാഗ്ദത്ത സന്തതികളും നക്ഷത്രങ്ങളെ പോലെ സന്തതികളും, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ, കടൽ തീരത്തെ മണൽത്തരി പോലെ സന്തതികളുള്ള വാഗ്ദത്തമുള്ള ഹല്ലേലൂയ സ്തോത്രം മഹാസമ്പന്നനായ ഒരു അബ്രഹാം. അപ്പൊ ബൈബിള് പഠിപ്പിക്കുന്ന, വചനത്തിൽ വിശ്വസിക്കുന്ന, അഭിഷേകം ഉള്ളിലാക്കപ്പെട്ട, ഹൃദയം രൂപാന്തരപ്പെട്ടവന്റെ അനുഭവം ഇറങ്ങുന്നത് ശൂന്യതയിലും, ജീവിതത്തിന്റെ മധ്യാനം എന്ന് പറയുന്നത് പ്രഭുവായി മാറും. ഹല്ലേലൂയ. ഇന്ന് ഞങ്ങൾക്ക് 25 വർഷമായി ഞങ്ങളുടെ ലൈഫ് കർത്താവിനെ അറിഞ്ഞിറങ്ങിയിട്ട്. ഹല്ലേലൂയ. ഇറങ്ങി തിരിച്ചപ്പോൾ ആഹാരം കഴിക്കാനില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പട്ടിണിയും പരിവട്ടവും, പക്ഷേ അതിനകത്തും സുവിശേഷം പറഞ്ഞുകൊണ്ടിരുന്നു. ശുശ്രൂഷയും സുവിശേഷ വേലയും ചെയ്തിട്ട് മടങ്ങി വന്നാൽ കഴിക്കാൻ ആഹാരമില്ലാതിരുന്നിട്ടും പ്രൈസ് ദി ലോർഡ് കഴിഞ്ഞ 25 വർഷത്തിൽ കൂടുതലായി സ്വർഗത്തിലെ ദൈവത്തിന്റെ സാക്ഷികളായി ഇറങ്ങി തിരിച്ചപ്പോൾ ഹല്ലേലൂയ ശൂന്യതയായിരുന്നു. അബ്രഹാമിനെ പോലെ വാഗ്ദത്തം മാത്രമുണ്ട്. കുറേ വാഗ്ദത്തങ്ങളും കുറേ ദൂതുകളും, അത് അനുഭവിക്കാൻ പറ്റുമെന്ന വിശ്വാസം പോലുമില്ല. പക്ഷെ ഇറങ്ങി തിരിച്ചപ്പോൾ അത് പട്ടിണി, പരിവട്ടം, കടഭാരം, കടബാധ്യത, നിന്ന, പരിഹാസം, അപവാദം, അപമാനം, ഇതാണ് സമ്പത്ത്. ഭൂമിയിലുള്ള സമ്പത്ത് കല്ലെറി, നിന്ന, അടി, കള്ളക്കേസുകൾ, അപമാനം, നിന്ന, പരിഹാസം, ഇത് മാത്രം. ആത്മീകമായിട്ട് അഭിഷേകം, കൃപാവരങ്ങൾ, രാത്രി കിടന്നാൽ നല്ല ഉറക്കം, ദർശനങ്ങൾ, സ്വപ്നങ്ങൾ, വെളിപ്പാടുകൾ, സ്പിരിച്വൽ ബ്ലെസ്സിങ്. ഒൺലി സ്പിരിച്വൽ ബ്ലെസ്സിങ്ങുമായിട്ട് 10-25 വർഷം.
ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. തിരിച്ച് നാട്ടിൽ വന്നപ്പോൾ നാട്ടുകാർ ചോദിച്ചു, ഇത്രയും വർഷങ്ങൾ യേശുവിനെ സുവിശേഷം പറഞ്ഞിട്ട് ഒരു വീട് പോലും ഇല്ലാത്ത നീയൊക്കെ ഏത് ദൈവത്തെയാണ് ആരാധിക്കുന്നത്? അവരുടെ കണ്ണിൻ്റെ മുമ്പിൽ അമ്മമാർ ബോധം കെട്ട് തറ വീഴുന്ന വീടുകളും സ്വർഗത്തിൽ 25 വർഷം ആയപ്പോൾ നമുക്ക് തന്നു. നീ കേൾക്കുന്ന വാഗ്ദത്തങ്ങൾ വെളിപ്പെടാൻ ദർശനത്തിനൊരു അവധി വച്ചിരിക്കുന്നു. ദർശനത്തിനൊരു അവധി വച്ചിരിക്കുന്നു. വിളി കേട്ട് ഇറങ്ങിയ സഹോദര സഹോദരി, അപമാനമുണ്ട്, നിന്ദയുണ്ട്, പരിഹാസമുണ്ട്. ഹല്ലേലൂയ. പല നിലവാരങ്ങളിൽ കല്ലെറിയുണ്ട്. ഇതാണ് ക്രിസ്തീയ ജീവിതം. പക്ഷേ നീ ഉറച്ചു നിന്നാൽ നിനക്ക് കേട്ട വാഗ്ദത്തങ്ങളിൽ, ഹല്ലേലൂയ, ദൂതകളില്, ദർശനങ്ങളില്, വാഗ്ദത്തങ്ങൾക്ക് ഒരു സമയമുണ്ട്. അത് നീ കാണാൻ പോയ, നീ അത് അനുഭവിക്കാൻ പോയാണ്. ഹല്ലേലൂയ ജീസസ്. നീ ഉറച്ചു നിന്നാൽ, നീ ഉറച്ചു നിന്നാൽ, നീ വിശ്വാസത്തിൽ ഉറച്ചു നിന്നാൽ, അബ്രഹാമിനെ അനുഗ്രഹിച്ച ദൈവം നിന്നെ മഹാസമ്പന്നനാക്കി, നിന്നെ പ്രഭുവാക്കി, നിന്റെ തലമുറകളെ അനുഗ്രഹിച്ച് നിന്നെ ദേശത്തിൽ ഒരു അത്ഭുതമാക്കി മാറ്റാൻ, നിന്നെ നിന്ദിച്ചവരുടെ നടുവിൽ നിന്നെ മാനിക്കുന്ന ദൈവം. ഓ ജീസസ്. ദൈവം നിന്റെ ശൂന്യതകളെ പണിയാൻ പോകുന്നു. ദൈവം നിന്റെ ശൂന്യതകളെ പണിയാൻ പോകുന്നു. നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാൻ പോകുന്നു. ദൈവം നിന്റെ ശൂന്യതകളെ പണിയാൻ പോവുകയാണ്. നിന്റെ കൃഷി ഇടങ്ങളെ ദൈവം പണിയാൻ പോവുകയാണ്. കഴിഞ്ഞ നാളുകളിൽ ശൂന്യമായിരുന്ന നിന്നെ നോക്കി ആത്മാവ് പറയുന്നു, ഇതാ ശൂന്യതകൾ മാറുന്നു. ഹല്ലേലൂയ ജീസസ്. ശൂന്യമായി കിടന്നിരുന്ന ദേശം ഏദൻ തോട്ടം പോലെ, ശൂന്യമായി കിടന്ന നിന്റെ ദേശം ഏദൻ തോട്ടം പോലെ ആകുമെന്ന്. ഹല്ലേലൂയ. ഏദൻ തോട്ടം എന്ന് പറഞ്ഞാൽ എന്താ? പ്രൈസ് ദി ലോർഡ്. ഒന്നിനും ഒരു കുറവില്ലാത്ത ഓവർഫ്ലോയിങ് ബ്ലെസ്സിങ്. ഒരു വാക്ക് പറഞ്ഞാൽ എല്ലാം ഉണ്ടായി വരും. ജോലിയില്ല, ഒരു പരിപാടിയും ഇല്ല, ഒരു നാളിൽ നിന്റെ ജീവിതത്തിൽ കഷ്ടമുണ്ട്, നഷ്ടമുണ്ട്, അപമാനമുണ്ട്, അപവാദമുണ്ട്, കല്ലെറിയുണ്ട്, പരിഹാസമുണ്ട്, ഞെരിക്കുന്ന അനുഭവമുണ്ട്. ഒരു വലിയ ഒരു ചക്കിനകത്തിട്ട് ഇടിച്ചെടുക്കുന്നത് പോലെ ദൈവം നിന്നെ ഫലമുള്ളതായി പുറത്തു വരുവാൻ, അങ്ങനെയുള്ള പ്രോസസ്സിങ്ങിനകത്തുകൂടെ നീ പോകുമ്പോൾ നീ പിന്മാറി പോകരുത്. മനുഷ്യനെ കണ്ട് നീ പിന്മാറരുത്. പക്ഷേ നിനക്ക് വിരോധമായി വരുന്ന സകല മനുഷ്യരും കണ്ട് ഞെട്ടിപ്പോകുന്ന രീതിയിൽ എൻ്റെ ദൈവം നിന്നെ ഒരു ഏദൻ തോട്ടമാക്കി മാറ്റും. നിന്നെ ദൈവം ഒരു ഏദൻ തോട്ടമാക്കി മാറ്റും. ഫലമുള്ള തോട്ടം, ഫലമുള്ള തോട്ടം. സ്വർഗം പറയുകയാണ്, നീ ഒരു ഏദൻ തോട്ടം പോലെ ഫലപ്രദമായി അനുഗ്രഹിച്ച് വർദ്ധിച്ച് പെരുകി പുഷ്ടിയുള്ള വർദ്ധിക്കുന്ന പെരുകുന്ന, പ്രൈസ് ദി ലോർഡ്. അവിടെ നീ മാത്രം, നിന്റെ കൂടെ ദൈവം, നിങ്ങളുടെ കൂട്ടായ്മ. വേറൊരു ചിന്ത അവിടെ ഇല്ല. അവിടെ ഒരു പാപമില്ല, അവിടെ ഒരു അശുദ്ധിയില്ല, ഒരു കള്ളനില്ല, ഒരു പിശാച് അവിടെ ഇല്ല, അവിടെ രോഗമില്ല, അവിടെ കടബാധ്യതയില്ല. ഇതാ നിന്റെ ജീവിതത്തിലെ കടബാധ്യത മാറാൻ പോകുന്നു. നിന്റെ ജീവിതത്തിലെ കടബാധ്യത ഏദൻ തോട്ടം പോലെ നീ ആകുമ്പോൾ നീ ഇനി കടം വാങ്ങിക്കത്തില്ല. നിന്റെ കടബാധ്യത മാറും, നിന്റെ കടഭാരം മാറും, നിന്റെ ശൂന്യത മാറും, നിന്റെ ഉണങ്ങിയ അവസ്ഥ മാറും. നിന്റെ കണ്ണുനീര് നിനക്കില്ല, നിനക്ക് പുഞ്ചിരി മാത്രം, നിനക്ക് സന്തോഷം മാത്രം. നിന്റെ വിലാപം മാറും. നിന്നെ വിവാഹസ്ഥയാക്കി ദൈവം മാറ്റും. നിന്റെ വിലാപങ്ങളും നിന്റെ രട്ടുടുത്ത അനുഭവങ്ങളും നിന്റെ ഉണങ്ങിയ അനുഭവങ്ങളും നിന്റെ പരാതി പറച്ചിലുകളും നിന്റെ കുറ്റം പറച്ചിലുകളും അവസാനിക്കുന്നിടത്ത് സ്വർഗം പറയുന്ന ഏദൻ തോട്ടമായി നീ മറ്റുള്ളവർക്ക് ഫലം കൊടുക്കുന്ന, സ്വസ്ഥത കൊടുക്കുന്ന, സമാധാനം കൊടുക്കുന്ന ഒരു നനവുള്ള തോട്ടം. ഹല്ലേലൂയ. ഏദൻ തോട്ടത്തിനകത്ത് ഒരു പ്രത്യേകതയാണ് പൊന്ന്, ഗോമേതകം, പൊന്ന്, മൂരും കുന്തിരിക്കും എന്ന് പറയുന്ന പോലെ വിലയേറിയ പീശോർ എന്നൊക്കെ പറയുന്ന പോലെ ഈ ഏദൻ തോട്ടത്തിനകത്ത് നിന്നും ഒരു നദി ഒഴുകും. ഈ നദി മുഴുവൻ പൊന്ന. ഹല്ലേലൂയ.
ഇന്ന് പകൽക്കാലം നിന്റെ ലൈഫിനെ ഏതം തോട്ടത്തിനകത്തുനിന്ന് പുറപ്പെടുന്നത് പോലെ ഒരു പൊന്നിന്റെ അനുഭവം, ഒരു അനുഗ്രഹിക്കപ്പെട്ട പൊന്നിന്റെ അനുഭവം വെളിപ്പെടാൻ പോവാ. ഗോൾഡ് ഗ്ലോറി വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. നമ്മൾ വിളിച്ചു പറഞ്ഞാൽ അത് കണ്ട ഇപ്പോഴാണ് ഈ 25 വർഷമായി. ഇതിനു മുമ്പ് ഒരുത്തനും നമ്മളെ മൈൻഡ് പോലും ചെയ്തിട്ടില്ല. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു ഇതുപോലെ നിന്നാൽ നിങ്ങളുടെ ലൈഫ് ഇതുപോലെ ആകും. ഹല്ലേലൂയ. കഴിഞ്ഞ 2 ആഴ്ചകളിൽ അഭിഷിക്തന്മാർ ഇവിടെ വന്നപ്പോൾ നമ്മൾ ഒരു സഭയിലും ഇല്ലാതെ ഗോൾഡ് കൊടുത്തതാ. നമ്മൾ വാരി കോരി ഗോൾഡ് കൊടുക്കുകയായിരുന്നു. ഞാൻ ഇത് സിംഹമാണ് കേട്ടോ, ഇത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് കണ്ട് ഇതിട്ട് നോക്കിക്കൊണ്ടിരിക്കണ്ട കേട്ടാ. ഹല്ലേലൂയ. സ്വർഗത്തിൽ നമ്മുടെ സഭയുടെ ലെവലേ മാറിയിരിക്കുക. ഞാൻ ഇന്നലെ വരെ നൈറ്റ് പറഞ്ഞു, ഫസ്റ്റ് സെക്ഷനിലുള്ളവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. കാരണം അവരും കൂടെ ഇതിലോട്ട് കയറണം. അവരും കൂടെ ആ റെവലേഷൻ അനോയിന്റിങ്ങിൽ ആ ഗ്ലോറിക്കകത്ത് കാരണം ഫസ്റ്റ് സെക്ഷനിൽ വരുന്ന ആൾക്കാർ അവർ ഞാൻ വചനം കേട്ടങ്ങ് ആ സെക്ഷനിൽ കയറുമ്പോൾ നമ്മൾ ആ അഭിഷേകത്തിൽ ഈ റെവലേഷന് വെളിപ്പാട്, കാരണം ഇരിക്കുന്ന ജനത്തിനെ പോലെയാണ് അനോയിന്റി വെളിപ്പെടുന്നത്. റിസീവ് ചെയ്യുന്ന ജനം വരുമ്പോൾ പ്രവചന ദൂതുകൾ വെളിപ്പെടും, അനോയിന്റി വെളിപ്പെടും, ഗ്ലോറി വെളിപ്പെടും, എല്ലാം വെളിപ്പെടും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ലൈഫിൽ ഒരു അസാധാരണ ഗ്ലോറി വെളിപ്പെടാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആ ഏദൻ തോട്ടത്തിനകത്ത് നിന്ന് ഒരു നദി ഒഴുകുന്നത് പോലെ ആത്മാവ് വിളിച്ചു പറയാണ്, നിന്റെ ജീവിതത്തിന്റെ അകത്ത് നിന്ന് ഒരു പൊന്നിന്റെ ഒരു അനുഭവം, വിലയേറിയ മുത്തുകളും പവിഴങ്ങളും പൊന്നും കൊണ്ട് നിറഞ്ഞ ഒരു നദി നിന്നിൽ നിന്നും ഒഴുകാൻ പോവുകയാണ്. നീ ഒരു ഏദൻ തോട്ടമായി മാറും. നിന്നിൽ നിന്നും പൊന്നു ഒഴുകും, അത് പുറത്തു വരും. യെസ്. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച മറ്റേ ദൈവദാസം വന്നപ്പോൾ ഈ മോതിരം എൻ്റെ വിരലിൽ ഞാൻ ഇട്ടുന്നില്ലേ, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? പ്രൊഫറ്റിക്കലായിട്ടൊരു മോതിരം ഇട്ടു, തലപ്പാവ് വെച്ചു. അപ്പോൾ ഈ മോതിരം ഇട്ടപ്പോൾ ഞാൻ ഹൃദയത്തിൽ, കർത്താവ് ഒരു മോതിരം യഥാർത്ഥമായിട്ട് കിട്ടിയെന്ന് കൊള്ളായിരുന്നു. ഹല്ലേലൂയ. ദൈവം എൻ്റെ ഹൃദയത്തിലെ എല്ലാ ആഗ്രഹവും ഇപ്പം നിറവേറ്റിക്കൊണ്ടിരിക്കുക. ഒരു ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ പറയട്ടെ, സ്വർഗത്തിലെ ദൈവം, ഞാൻ പറഞ്ഞു നിങ്ങൾ നല്ല ഹൃദയം, അതാണ് മാംസളമായ ഹൃദയം. ഈ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ, നിങ്ങൾ ശിശുക്കളെ പോലെ ആകുമ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. കള്ളവും കപടവും വഞ്ചനയും ചതിയും കാപട്യവും വക്രതയും ഇല്ലാതെ തുറന്ന ഹൃദയത്തോടെ ശിശുവിനെ പോലെ തിരിഞ്ഞു വന്നാൽ സ്വർഗത്തിലെ ദൈവം നിന്നെ ഓടിച്ചിട്ട് അനുഗ്രഹിക്കാനാണ്. നിന്നെ ദൈവം വർദ്ധിപ്പിക്കാൻ പോവുകയാണ്. കാരണം വചനം പറയുന്നു, മായമില്ലാത്ത പാല് നീ കുടിക്കണം. ദൈവം നിന്നെ ഏദൻ തോട്ടമാക്കാൻ പോകുന്നു. നിന്റെ ജീവിതം ഏദൻ തോട്ടം പോലെ ആകാൻ പോവുകയാണ്. നിനക്ക് കരച്ചിലില്ല. ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു, ഇനി വിശ്വസിക്കുന്നവരാരും കരയുന്ന സീസൺ അല്ല. കണ്ണുനീരിന്റെ സീസൺ മാറുന്നു, വിലാപത്തിന്റെ സീസൺ മാറുന്നു, ശാപത്തിന്റെ സീസൺ മാറുന്നു, രക്തത്തിന്റെ അനുഭവങ്ങൾ മാറുന്നു, ശൂന്യതകൾ മാറുന്നു. ഇതാ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. നിങ്ങൾ വർദ്ധിക്കാൻ പോകുന്നു, പെരുകാൻ പോകുന്നു, വർദ്ധിക്കാൻ പോകുന്നു, പെരുകാൻ പോവുക. നിങ്ങളുടെ ലൈഫിലെ ഏതും തോട്ടത്തിന്റെ ഒരു അനുഭവം വെളിപ്പെടട്ടെ. യേശുവിന് അധികാരമുള്ള നാമത്തില് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ ഈ ജനത്തെ ഹല്ലേലൂയ സ്തോത്രം പ്രാപിച്ചോ. ഒരു ഫലമുള്ള, ഒരു വലിയ ഫലമുള്ള വ്യക്തിയായി, ഫലം കൊടുക്കുന്ന വ്യക്തിയായി വർദ്ധിച്ച് പെരുകുവാൻ നീ ഒരു ഏദൻ തോട്ടം പോലെയാകാൻ പോകും.
നിന്റെ ജീവിതത്തിൽ ചില ഏദൻ തോട്ടത്തിന്റെ അനുഭവം, നിന്റെ ലൈഫിൽ ചില ഏദൻ തോട്ടം പോലെ, ഒരു ഏദൻ തോട്ടം പോലെ യേശുവിന്റെ നാമത്തിൽ നീ ഫലം കായ്ക്കാൻ പോകുന്നു. നീ ഫലം കായ്ക്കാൻ പോകുന്നു. നീ ഫലം കായ്ക്കാൻ പോകുന്നു. ഫലം, ഫലം. Receive the fire. Receive the fire. Receive. Oh Jesus, receive the fire. ഒരു വലിയ ഏദൻ തോട്ടത്തിന്റെ അഭിഷേകം, ഒരു ഏദൻ തോട്ടം പോലെ ഫലം റിലീസ് ആകട്ടെ. ഓ, ഒരു ഏദൻ തോട്ടം പോലെ സ്വർഗം നിന്നെ ഫലമുള്ള വൃക്ഷമായി, ഏദൻ തോട്ടത്തെ പോലെ നിന്റെ ശൂന്യതകളെ ആത്മാവ് എടുത്തു മാറ്റുക. ഒരു വലിയ വർധനവും ഒരു അഭിഷേകം ഇതിനകത്ത് ഇന്ന് പകൽക്കാലം ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു. ആ ഗ്ലോറി റിലം ദൈവസഭയിൽ വരുന്ന ജനത്തിന്റെ മേൽ ഒഴുകട്ടെ. ഗ്ലോറി ഒഴുകട്ടെ, ഒരു അസാധാരണ ഗ്ലോറി. Hallelujah, Jesus. കർത്താവിനോട് പറയുക, ഇതിനകത്ത് ഇന്ന് വിളിച്ചു പറയുന്ന ചില മേഖല, ചില പണികൾ നടക്കാൻ പോവുക. ഈ 2023 സ്വർഗത്തിലെ ദൈവം ഇതിനകത്തിരിക്കുന്ന പലരെയും പണിയാൻ ഏറ്റെടുത്തിരിക്കുക. കാരണം നിന്റെ ശൂന്യത ഇവിടെ അവസാനിക്കുന്നു. എഴുതി വെച്ചോ, നിന്റെ ശൂന്യത അവസാനിക്കുന്നു. ജിജു ബ്രദറെ, കഴിഞ്ഞ 2-3 ആഴ്ചകളെ പലപ്പോഴും നിങ്ങൾ സഭയെ ഞെട്ടിപ്പിച്ചുകൊണ്ടിരിക്കുക, പാഷന്മാരെ ഞെട്ടിപ്പിച്ചുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ആഴ്ച വന്ന പാഷ ഞെട്ടിപ്പോയി. അങ്ങനെ പറഞ്ഞാൽ ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഇതുപോലെ ഇത്രയും വർഷം ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയിട്ട് ഒരു ഞെട്ടലും ഞെടുക്കും ഉണ്ടായിട്ടില്ല. മന്ത്രിമാർക്ക് ഞെട്ടലും ഞെടുക്കും ഉണ്ടാവുള്ളൂ, പാഷന്മാർക്ക് ഞെട്ടലും ഞെടുക്കും ഉണ്ടാകാറില്ല. പക്ഷേ പുള്ളി അവർ സന്തോഷത്തോടെ പോയതാ. ഈ ഒരു അഭിഷേകത്തിന്റെ കണ്ണുനീരും സന്തോഷമാണ് ഒരു വ്യക്തിയുടെ ബ്ലെസ്സിങ്. അവര് സന്തോഷത്തോടെ പോയി പിറ്റേന്നും എന്നെ വിളിക്കുക, ഞങ്ങളെ വിളിക്കുക. പോയ ഒരുത്തൻ വഴി നീളെ ചിരിക്കുക. കൂടെ വന്നവൻ ഒരു വലിയ ഞെട്ടലും ഞെടുക്കും ഉണ്ടായി. പാസ്റ്ററും ഞെട്ടി, കൂടെ വന്നവന് ഞെട്ടി. അതിനു മുമ്പ് റാഫേല് 3 പ്രാവശ്യം ഞെട്ടി. അവരൊക്കെ പോയിട്ടും വോയിസ് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുക. ഞാനും ഇപ്പൊ ഞെട്ടി. അപ്പൊ ഞെട്ടലുണ്ടാക്കുന്ന ജിജുവിനെ നോക്കി ഞാൻ ദൂത് പറയുന്നു, നിന്നെ ദൈവം ഞെട്ടിപ്പിക്കാൻ പോകും. ഹല്ലേലൂയ. നീ സഭയെയും ദൈവരാജ്യത്തിനും അഭിഷിക്തന്മാരുടെയും ഹൃദയങ്ങളെ തണുപ്പിക്കുന്നവനായതുകൊണ്ട് നിന്റെ ഹൃദയത്തെയും നിന്റെ കുടുംബത്തെയും വരാൻ പോകുന്ന നിന്റെ തലമുറകൾക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം ചിലത് കരുതി വെച്ച് കഴിഞ്ഞു. നീ കരുതുന്നുവെങ്കിൽ ദൈവം നിനക്ക് കടക്കാരനല്ല. ദൈവം നിനക്ക് വേണ്ടി നീ കരുതിയതിനേക്കാളും എറിഞ്ഞതിനേക്കാളും കൊടുത്തതിനേക്കാളും 1000 മടങ്ങ് ആവർത്തനം 1:11 പറയുന്നു. 1000 മടങ്ങ് ദൈവം നിന്നെയും നിന്റെ കുടുംബത്തെയും ബ്ലസ് ചെയ്യാൻ പോയി. സ്തോത്രം. കർത്താവ് വ്യക്തമായിട്ട് പറയാ, ഏദൻ തോട്ടമാകുമോ. ആ വന്നിരിക്കുന്ന പയ്യന്റെ പേരെന്താണ്? എന്താണ്? ആരെ കൂടെ വന്ന്? ആ, നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അതെ, എന്നെ വന്ന് കണ്ടിട്ടുണ്ടോ? പക്ഷെ എനിക്ക് ഓർമ്മയില്ല, മറന്നുപോയി. പക്ഷെ കർത്താവ് പറയാം, നിന്നെ ഒരു ഹീലിംഗ് മിനിസ്റ്ററാക്കി ദൈവം മാറ്റും. ദൈവം ഒരു ശുശ്രൂഷയ്ക്കാ ദൈവം നിന്നെ കണ്ടിരിക്കുക. നിന്റെ ചരിത്രത്തെ ദൈവം മാറ്റാൻ പോകും. പത്രോസിന്റെ പടക് ശൂന്യമായിരുന്നു, നിന്റെ പടക് ശൂന്യമാണ്. നിന്റെ കുടുംബം ശൂന്യമാണ്, നിന്റെ ജീവിതം ശൂന്യമാണ്. നിന്നെ നോക്കി ദേശം കൂട്ടുകാരുടെ നടുവില് ദൈവം പറഞ്ഞു നിന്നെ വ്യത്യസ്തനാക്കി ദൈവം പണിത്. ദൈവം നിന്നെ ഒരു വലിയ ശുശ്രൂഷകനായി
ആത്മാവ് പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. ദേശത്തിൽ ഒരു അത്ഭുത വിഷയമാക്കി നീ മുഖാന്തരം നിന്റെ മാതാവിന്റെ കണ്ണുനീര് തുടയ്ക്കപ്പെടും. നീ നിന്റെ വീട്ടിനൊരു അനുഗ്രഹമായി മാറും. നീ ഒരു അത്ഭുതമായി മാറും. നീ ബൈക്ക് ആക്സിഡന്റിൽ മരിച്ചു പോകേണ്ടവനാണ്. സ്വർഗം നിന്നെ വിടുവിച്ച് ജീവനോടെ നിർത്തിയിരിക്കുന്നു. റോഡിൽ കിടന്ന് മരിക്കേണ്ട നിന്നെ ദൈവം വിടുവിച്ചിരിക്കുന്നത്. ദൈവത്തിനൊരു വലിയ പദ്ധതി നിന്നെ കൊണ്ടുണ്ട്. ദൈവം നിന്നെ ശക്തിയോടെ ഉപയോഗിക്കാൻ പോവുക. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറഞ്ഞു, വിചിത്ര, നിന്റെ പേരിനെ ഇന്ന് പകല് ഞങ്ങൾ അങ്ങ് മാറ്റാൻ പോകും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നീ ഒരിക്കലും ഇനി വിചിത്ര എന്ന് പറയരുത്. നിന്റെ ജീവിതത്തിൽ ഇന്ന് വരെ നടന്നതെല്ലാം വിചിത്രമായ കാര്യങ്ങളാണ്. നിന്റെ പേര് പോലെ തന്നെ വിചിത്രമായ കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ട് ഞങ്ങൾ അതിനെ ക്യാൻസൽ ചെയ്ത് നിന്നെ എസ്തേറാക്കി മാറ്റുകയാണ്. യേശുവിന്റെ നാമത്തില് ബ്ലസ് ചെയ്ത് ഒരു എസ്തേറായി മാറട്ടെ. യേശുവിന്റെ നാമത്തില് ഒരു രാജകുമാരിയാകട്ടെ, രാജകീയ അഭിഷേകമുള്ളവളാകട്ടെ. ഒരു ഏദൻ തോട്ടം പോലെ ഒരു ഫലമുള്ള ഒരു അനുഭവം നിന്നിൽ വെളിപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നു, അനോയിന്റ് ചെയ്യുന്നു. അനോയിന്റിംഗ് the fire, receive the fire of God. യേശുവിന്റെ നാമത്തിൽ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തെ ഒറ്റ വാക്കുകൊണ്ട് ദൈവത്തിന് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ. നിന്റെ ലൈഫിനെ ഒരു നിമിഷം കൊണ്ട് തിരിക്കാൻ ദൈവത്തിന് സെക്കൻഡുകൾ മതി. ഹല്ലേലൂയ, സ്തോത്രം. എത്രയോ മനുഷ്യരുടെ ആയിരങ്ങളുടെ ലൈഫ് ദൈവം പരിശുദ്ധാത്മാവ് ഒരു വാക്കുകൊണ്ട് തിരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എത്രയോ ഗുണ്ടകളും റൗഡികളും ഒരു നിമിഷം കൊണ്ട് പുതിയതായി മാറിയിരിക്കുന്നു. കാരണം ദൈവത്തിന്റെ വചനത്തിന് ശക്തിയുണ്ട്. അതുകൊണ്ട് കർത്താവ് പറയുന്നു, നിന്റെ ലൈഫിന് ഏദൻ തോട്ടമായി മാറും. എല്ലാവരും പറഞ്ഞു, എന്റെ ലൈഫ് ഏദൻ തോട്ടമായി മാറും. എന്റെ ലൈഫിലെ ശൂന്യത മാറും. എന്റെ ലൈഫിലെ ശൂന്യത മാറും. എന്റെ ലൈഫിലെ ശൂന്യത മാറും. ഏദൻ തോട്ടത്തിനകത്ത് നിന്ന് നദി ഒഴുകി, നദി ഒഴുകി, നദി ഒഴുകി. മേൽത്തരമായ മുത്തുകളും പവിഴങ്ങളും ഇങ്ങനെയുള്ള വിലയേറിയ ഇതുള്ള ഒരു നദി ഏദൻ തോട്ടത്തിനകത്ത് ഒഴുകിക്കൊണ്ടിരുന്നു. ഇത് ദൈവമാണ് വെക്കുന്നത്. ദൈവം അത് വായിക്കേ. ഒന്നാമത്തേത് പീശോൻ എന്ന പേര്. അത് ഹവീല ദേശമൊക്കെയും ചുറ്റുന്നു. അവിടെ പൊന്നുണ്ട്. മനസ്സിലായോ? അവിടെ നമ്മുടെ സഭയ്ക്കകത്ത് ഇനി ഗോൾഡ് ഗ്ലോറി വെളിപ്പെടാം. ഓ ജീസസ്, ഓൾറെഡി വെളിപ്പെട്ടു. ഓൾറെഡി നമ്മൾ ബൈ ഫെയ്ത്തിൽ സ്റ്റാർട്ട് ചെയ്തു, അത് റിസീവ് ചെയ്തു. ഇനി അങ്ങോട്ട് ഗോൾഡ് ഗ്ലോറി ഒഴുകാൻ പോകുന്നു. പൊന്നുണ്ട് സഭയ്ക്കകത്ത്. ഏദൻ തോട്ടം, ചർച്ച് എന്ന് പറയുന്നത് ഏദൻ തോട്ടമാണ്. അവിടെ സ്വസ്ഥത, സമാധാനം, സന്തോഷം, ദൈവമായിട്ടുള്ള കൂട്ടായ്മ, സൗഖ്യം എല്ലാം ഉള്ളിടത്താണ് ഏദൻ. അതാണ് ദൈവരാജ്യം. അതാണ് ദൈവം. അല്ലെ, ദൈവരാജ്യം എന്ന് പറയുന്ന ശാപം, മരണം, പിന്നെ നൂലുകെട്ട്, പിള്ളേരുടെ എഴുത്തിനിരുത്ത്, ഇതാണ് കുറേ സഭകൾ നടക്കുന്നത്. ആ ചർച്ചിൽ വരുന്നവനെ പ്രാർത്ഥിച്ച് ആശുപത്രിയിലിട്ട് വിടുക, ഇതാണോ സഭ? ചർച്ചിൽ വയ്യാതെ വരുന്നവനെ ഇനി വരൂ, പാസ്റ്റർ പ്രാർത്ഥിച്ച് മെഡിക്കൽ കോളേജിലിട്ട് വിടും. പിന്നെ കുറെ പിള്ളേരെ എടുത്തുകൊണ്ടെന്ന് എഴുതണം, ഹിന്ദുക്കളെ എഴുതണം. പിന്നെ നൂല് കെട്ടാനും വേണമെങ്കിൽ നൂല് കെട്ടി. അതിനുള്ളതല്ല സഭ. ഫ്രൈസലോ. മരിച്ച ഉടനെ അടക്കാൻ വേണ്ടി ഒരു കൂട്ടം പേര് കുറെ വിളി, നിലവിളി, കരച്ചിലും കുറെ സമയമാൻ്റെ അകത്തിൽ പാടി. അതിനുള്ളതല്ല സഭ. സഭ എന്ന് പറഞ്ഞ് ഇതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്താണെന്ന് അറിയാമോ? നീ രോഗമായി, ഭാരമായി, കഷ്ടമായി, ദാരിദ്ര്യമായി, ശൂന്യമായി, തകർന്ന ഹൃദയത്തോടെ, മുറിവേറ്റ ഹൃദയത്തോടെ, ആർക്കും വേണ്ടാത്ത വ്യക്തികളായി സഭയ്ക്കകത്ത് വന്നു കയറുമ്പോൾ നീയുമായിട്ട് സമ്പാദിക്കാൻ, നീയുമായി കൂട്ടായ്മ ബന്ധത്തിലായി നിന്റെ മുറിവുകളെ സൗഖ്യമാക്കി, നിന്റെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തി, നിന്റെ വേദനകളെ എടുത്തു മാറ്റി നിന്നെ സൗഖ്യമാക്കി അയക്കുന്ന, നിന്റെ ജീവിതത്തിലെ ശാപങ്ങളെ പൊട്ടിച്ച്, ശൂന്യതകളെ പൊട്ടിച്ച് നിന്നെ പണിത് ഒരു നല്ല പാത്രമായി, മാനപാത്രമാക്കി മാറ്റുന്ന ദൈവത്തിന്റെ സഭ, ദൈവരാജ്യം.
അവിടെ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തും. തലമുറ ഇല്ലാത്ത നിനക്ക് തലമുറ ഉണ്ടാകും. നിന്റെ ഗർഭപാത്രം അനുഗ്രഹിക്കപ്പെടും. നിനക്ക് വിവാഹം നടക്കാത്ത നിന്റെ വിവാഹം നടക്കാൻ പോവുകയാണ്. നിന്റെ രോഗം മാറും. നീ രോഗിയല്ല, നീ ശാപം പിടിച്ചവനല്ല, നീ പാപിയല്ല. അടുത്തിന് പറഞ്ഞ നീ പാപിയല്ല, നീ ശാപം പിടിച്ച വ്യക്തിയല്ല, നീ തകർന്ന വ്യക്തിയല്ല, നീ ആർക്കും വേണ്ടാത്ത വ്യക്തിയല്ല. നിന്റെ അടുത്തിരിക്കുന്ന വ്യക്തിക്ക് നിന്നെ വേണ്ടെന്ന് പറഞ്ഞാൽ ദൈവം അവനെ എടുത്ത് കളയും. നിന്റെ അടുത്തിരിക്കുന്ന വ്യക്തി പറയണ നീ പാപിയല്ലേ എന്ന് പറഞ്ഞാൽ ഈ പാപി അല്ലേ എന്ന് ചോദിക്കുന്നവനെ പേട്ട തലയിൽ അടിയും കൊടുത്ത് ദൈവം എടുത്ത് കളയും. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് നിന്നെ അവിടെ പൊന്നും മൂരും കുന്തിരിക്കും കൊണ്ട് നിറച്ച് നിന്നെ ഓണർ ചെയ്യും. ഇതാ ദൈവത്തിന്റെ സ്വഭാവം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം നിന്നെ മെതിവണ്ടിയാക്കാൻ പോവുക. ദൈവാത്മാവ് എന്നോട് പറയുന്നു, ഇതിനകത്തുള്ള ചിലരെ കർത്താവ് അന്ത്യകാലത്ത് മെതിവണ്ടിയാക്കാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചില ആൾക്കാര് എല്ലാ കാര്യവും ചെയ്ത് ജോലിയൊക്കെ ചെയ്ത് ബിസിനസ്സൊക്കെ ചെയ്ത് അവസാനം കുരച്ച് തുമിച്ച് പിന്നെ വയ്യാതായി ആർത്രൈറ്റീസും പിടിച്ച് ആമവാദവും പിടിച്ച് വരുമ്പോൾ ഭാര്യ പറയും ഇനി സുവിശേഷ വേലയ്ക്ക് പോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നടക്കാനും വയ്യ, ഇരിക്കാനും വയ്യ, ഒന്നും വയ്യ. കുറച്ച് അക്കൗണ്ടിൽ കുറച്ച് പൈസയുണ്ട്, പിള്ളേരെല്ലാം കെട്ടിച്ച് എല്ലാ പരിപാടിയും കഴിഞ്ഞു. അപ്പോഴേ അവസാനം പിന്നെ എന്ത് ചെയ്യുക? ആസ്മ, വലിവ്, ഒടിവ് എല്ലാം ഉണ്ട്. എല്ലാ ജോയിൻറ്റും ഇളകി ആകെ ഇപ്പം സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാൻ ആർക്ക് വേണം ഇങ്ങനെയുള്ളവനെയൊക്കെ? പ്രൈസ് ദി ലോർഡ്. വടക്കോട്ട് പോയി കഴിഞ്ഞാൽ കുറേ അച്ചായന്മാരുണ്ട്, കുറേ ഗവൺമെൻറ് ജോലി അതും ഇതെല്ലാം കഴിഞ്ഞ് കുറേ ബിസിനസ് എല്ലാം ചെയ്ത് ഇവൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് അവസാനം കുറേ പൈസ ഉള്ളത് കൊണ്ട് വീട്ടിനകത്തൊരു കൂട്ടായ്മ പാവപ്പെട്ട ഭാഷമാർ 1000 രൂപ 500 പിന്നെ പിശുക്കൈ ലോക നക്കിയ കൊടുത്തിട്ട് അവരെ ജോലിക്കാരനാക്കി വെക്കുന്നത് പോലെ അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ. എന്നിട്ട് ദൈവവേല ദൈവവേല ഇങ്ങനെയുള്ള മുടന്തന്മാരെ അല്ല ദൈവത്തിന് ആവശ്യം. കുറച്ച് ചാവാൻ കിടക്കുന്നവനെ അല്ല കർത്താവിന് ആവശ്യം. ദൈവം പറയുന്ന ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്ന ഒരു മെതിവണ്ടിയാകാനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് പറയുക അന്ത്യകാലത്ത് ഇതിനകത്തുന്ന ചിലരെ എന്റെ ദൈവം വിളിച്ചിരിക്കുന്നത് സുവിശേഷ വേല സാധാരണ രീതിയിൽ ചെയ്യാനല്ല. ഹല്ലേലൂയ. പണ്ടത്തെ കാലത്ത് ഒരു മലയോ കല്ലോ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ നമ്മാട്ടിയും കൊണ്ട് 2000 വർഷം എന്ത് ചെയ്യും? പറണ്ടിക്കൊണ്ട് നിൽക്കും. എന്നിട്ടാണ് ഒരു കുന്ന് റെഡിയാവുന്നത്. കുന്താലി നമ്മാട്ടി പലതും കൊണ്ടുവന്ന് പാവപ്പെട്ടന്മാർ 1 വർഷം വരെയൊക്കെ നിന്ന് മല ഇടിക്കുന്നത്. അതിൻ്റെ കാലം കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് വിവരമുള്ളവർ മനസ്സിലായി ഈ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ ലോകാവസാനം വരെയും കുന്നും മലയൊക്കെ അവിടെ തന്നെ കാണുമെന്ന്. അപ്പോൾ കർത്താവ് ചിലർക്ക് ബോധം കൊടുത്തിട്ട് പറഞ്ഞു, ദൈവന്റെ വചനത്തിനകത്ത് ഒരു സംഭവം ഉണ്ടടാ, മെതിവണ്ടി. ഹല്ലേലൂയ. ബൈബിൾ എടുത്ത് നോക്കിയപ്പോൾ കുന്താലിയും നമ്മാട്ടിയും കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ മലകളും കുന്നുകളും ഒന്നും മാറുന്നില്ല. ഇതെന്ന് വെട്ടിത്തീരും. കർത്താവ് പറഞ്ഞു മെതിവണ്ടി, ബുൾഡോസറിനെ ഇറക്കടാന്ന് പറഞ്ഞു. ഹല്ലേലൂയ. സ്തോത്രം. ഇങ്ങോട്ട് വന്ന് പ്രശ്നമായി മുമ്പിൽ നിന്നതിനെ ഒറ്റ കോര് എടുത്തൊരൊറ്റ എറി. ഹല്ലേലൂയ. നിന്നെ ദൈവം അങ്ങനെ ആക്കാൻ പോവുക. ഇതിനകത്തിരിക്കുന്ന ചിലര് നോക്കി ആത്മാവ് പറയുകയാണ്, കുന്നുകളെയും മലകളെയും പാറകളെയും പർവ്വതങ്ങളെയും പൊടിച്ച് സമഭൂമിയാക്കുന്ന ഒരു ദൈവ കൃപയുള്ള മെതിവണ്ടികളെ ദൈവം ഇതിനകത്ത് എഴുന്നേൽപ്പിക്കാൻ പോവുക. നീ ഒരു മെതിവണ്ടിയാകാൻ പോവുക ദൈവരാജ്യത്തിന് വേണ്ടി. ഹല്ലേലൂയ. കുന്നുകളെ പൊടിക്കുന്ന, പതിരുകളെ തകർക്കുന്ന ഒരു മെതിവണ്ടി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് മെതിവണ്ടിയാകണം? സാധാരണ ശുശ്രൂഷ കുരച്ചും ചുമച്ചും കളവന്മാരെ പോലെ നിന്ന് ശുശ്രൂഷിക്കാനല്ല ദൈവം നിന്നെ വിളിച്ചത്. പ്രൈസ് ദി ലോർഡ്. നിന്നെ ദൈവം വിളിച്ചിരിക്കുന്നത് മെതിവണ്ടിയാകാനാണ്. ഹല്ലേലൂയ. അയ്യോ വയ്യ ഇപ്പൊ വിടുന്ന് ചാവൂന്ന് പറഞ്ഞ് ശുശ്രൂഷിക്കാനല്ല. നീ കയറി നിന്ന് കഴിഞ്ഞ പട്ടണങ്ങൾ പതിരുകൾ പോലെ ആകണം. പ്രൈസ് ദി ലോർഡ്. പട്ടണങ്ങളെ ഷേക്ക് ചെയ്യുന്ന അഭിഷേകം. ഹല്ലേലൂയ. ഏത് ഡ്രൈ ആയി കിടക്കുന്ന ദേശത്തെയും പിടിച്ച് ഇളക്കുന്ന ഒരു അഭിഷേകം.
ഈ ദിവസങ്ങളിൽ ആത്മാവ് നിന്നെ അഭിഷേകം ചെയ്യാൻ പോവുക. ദൈവം അതിനാണ് നിന്നെ വിളിച്ചത്. ഒരു മെതിവണ്ടിയാകാൻ, പല്ലേറിയത്, മൂർച്ചയേറിയത്, ഒരു മൂർച്ചയേറിയ ആയുധമായി ചിലരുടെ അകത്ത് ദൈവശക്തി വ്യാപരിക്കട്ടെ. ചിലർ മൂർച്ചയേറിയ ഒരു ആയുധമായി മാറട്ടെ. നിന്റെ നാവിനെ ദൈവം തൊടട്ടെ, നിന്റെ കണ്ണുകളെ ദൈവം തൊടട്ടെ, നിന്റെ ശബ്ദത്തെ ദൈവം തൊടട്ടെ. ഓ ജീസസ്, മൂർച്ചയേറിയത് മെതിവണ്ടിയായി, മെതിവണ്ടിയായി, മെതിവണ്ടിയായി ആത്മാവ് ചിലരോട് പറയുകയാണ്, നീ ഒരു മെതിവണ്ടിയാകണം, നീ ഒരു മൂർച്ചയേറിയവനാകണം, നീ ആരാധനയിൽ ഒരു മൂർച്ചയേറിയവനാകണം, ഉത്സാഹിയായി മാറണം. കർത്താവിന് അങ്ങനെയുള്ളവരെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. ഈ ദൈവസഭയ്ക്കകത്ത് ആത്മാവ് ചലിക്കുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പൊ പൊന്നുണ്ട്, നോക്കിയോണം, പൊന്നുണ്ട്, ഗ്ലോറി, ആ ഗോൾഡ് ഗ്ലോറി ഇതിനകത്ത് വ്യാപരിക്കുക. ഡയമണ്ടുകൾ വരാൻ പോവുക, ഗോൾഡുകൾ വരാൻ പോവുക. പ്രൈസ് വായിച്ചോ. ആ ദേശത്തിലെ പൊന്ന് മേൽത്തരമാകുന്നു. അത് സാധാരണ ഉണക്ക ഇതല്ല, അരപ്പവൻ, 2 പവൻ അല്ലെങ്കിൽ കാപ്പവൻ, ഒരു ചെറിയൊരു ഇതൊന്നും അല്ല, ഗ്രാമൊന്നും അല്ല, ലെൻസ് വെച്ച് നോക്കുന്ന ഗോൾഡ് അല്ല. ഹല്ലേലൂയ, സ്തോത്രം. കിലോ കണക്കിന്, പ്രൈസ് ദി ലോർഡ്. 22 ക്യാരറ്റ് ഹാൽമാർക്കുള്ള സാധനം, ഏറ്റവും സൂപ്പർ. ഹല്ലേലൂയ, ഏറ്റവും മേത്തരമായതാണ് ദൈവരാജ്യത്തിനകത്തുള്ളത്. അതാണ് സുവിശേഷ വേലയിലാണെങ്കിലും എവിടെയാണെങ്കിലും ദൈവം തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും മേത്തരമായിട്ടുള്ളതിനെയാണ്. ഹല്ലേലൂയ, വായിച്ചോ. അവിടെ ഗുൽഗുലവും ഗോമേദകവും ഉണ്ട്. ആ സംഭവം പറയാൻ ഒരു ബുദ്ധിമുട്ടുള്ള സാധനമാണ്, പക്ഷേ എന്തുണ്ട്? ഹല്ലേലൂയ, എന്താണെന്ന് ഒരു പിടി നമുക്ക് അവിടെ നോക്കണം, ഇതെന്താണെന്ന്. ഗോമേദകമുണ്ട്. ഇതെല്ലാം വിലയേറിയതാ. ഈ വിലയേറിയത് ഏദൻ തോട്ടത്തിൽ ദൈവം കയറ്റു. അടുത്തിരിക്കുന്ന വ്യക്തിയെ നീ വിലയില്ലാത്തവനെന്ന് പറയരുത്, നിനക്ക് വിലയില്ലാതെ പോകും. ഞാൻ ഇന്ന് നിന്നോട് പറയുകയാണ്, നിന്റെ അടുക്കലിരിക്കുന്ന വ്യക്തി ദൈവം കയറ്റിയതാണ്. നിനക്ക് ചിലപ്പം വിലയില്ലെന്ന് തോന്നും, വിലയില്ലെന്ന് തോന്നുന്ന നിനക്ക് ഒട്ടും വിലയില്ല, നിന്റെ അകത്ത് ഭൂതമുള്ളതുകൊണ്ടാണ് തോന്നുന്നത്. പക്ഷേ അഭിഷേകമുള്ളവൻ അടുത്തിരിക്കുന്നതിനെ നോക്കി നീ വിലയേറിയവനും നീ മാന്യനുമാണ്. കാരണം ഏദൻ തോട്ടത്തിനകത്ത് നിന്റെ അടുക്കലും ഈ സഭയിൽ വന്നിരിക്കുന്ന എല്ലാവരും വിലയേറിയവരും മാന്യരുമാണ്. കാരണം എന്റെ ദൈവം തിരഞ്ഞെടുക്കുന്നത് മോശക്കാരാകത്തില്ല. മത്തായി എഴുതിയ സുവിശേഷം 7 പറയുകയാണ്, നീ വിധിക്കരുത്, വിധിച്ചാൽ നിന്നെയും ദൈവം വിധിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. വായിച്ചോ, അത് ഏദൻ തോട്ടം വായിച്ചോ. രണ്ടാം നദിക്ക് ഗീഹോൻ എന്ന പേര്, അത് കൂഷ് ദേശമൊക്കെയും ചുറ്റുന്നു. മൂന്നാം നദിക്ക് ഹിദേക്കൽ എന്ന പേര്, അത് അശൂരിന് കിഴക്കോട്ട് ഒഴുകുന്നു. നാലാം നദി ഫ്രാത്ത് ആകുന്നു. യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിലെ വേല ചെയ്യുവാനും കാക്കുവാനും അവിടെ. ഹല്ലേലൂയ. ഈ 4 നദികൾ ഏദൻ തോട്ടത്തിനകത്തുണ്ട്. രോഗസൗഖ്യം ഉണ്ടാക്കുന്ന നദികൾ, അത്ഭുത നദികൾ. ഇതിനകത്ത് നിന്ന് മരിച്ചവരെ എഴുന്നേൽപ്പിക്കുന്നവരെ എഴുന്നേൽക്കും. സാധാരണക്കാരും ഈ സഭയ്ക്കകത്തില്ല. നിങ്ങൾ ആരും സാധാരണക്കാരല്ല. കാരണം നിങ്ങൾ വിലയേറിയവരാണ്, ദൈവം തെരഞ്ഞെടുത്തവരാണ്. നിങ്ങൾ ആരും നശിക്കാനുള്ളവരല്ല, നശിച്ചവരുമല്ല, തകർന്നവരല്ല. ലോകം നിനക്ക് പല പേരുകൾ നിന്നെ വിളിച്ചിട്ടുണ്ട്. ഇനി നീ നിന്നെ നോക്കി അങ്ങനെ പറയരുത്. നീ പറയണം, ഞാൻ വിലയേറിയതാണ്, മാന്യനാണ്, മാന്യയാണ്, ഞാൻ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ്, ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും. കാരണം ഞാൻ ഏദൻ തോട്ടത്തിനകത്ത്, ദൈവത്തിന്റെ ഏദൻ തോട്ടത്തിനകത്ത് ഞാൻ ആയിരിക്കുന്നു. ഹല്ലേലൂയ. ഇപ്പൊ ഞാനൊരു കാര്യം നിങ്ങളുടെ പറയാം, വളരെ വലിയൊരു വെളിപ്പാട് മർമ്മമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ഏദൻ തോട്ടത്തിനകത്ത് ഒരു പ്രത്യേകതയുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ ഒരിക്കലും നമുക്ക് ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും എന്ന് പറയുന്ന സംഭവം ഏദൻ തോട്ടത്തിനകത്ത് ഏറ്റവും ചെറിയ കാര്യങ്ങളാണ്. കാരണം ഡെയിലി ദൈവം ഇറങ്ങി വരുന്ന സ്ഥലം. അത്ഭുതങ്ങളും അടയാളങ്ങളും ഏറ്റവും ചെറിയ കാര്യങ്ങളാണ്. നമ്മളെപ്പോഴും ജനങ്ങൾ
തലവേദന മാറാൻ, രോഗം മാറാൻ ചില അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടെങ്കിൽ അവർ സ്തുതിക്കും സ്തോത്രം ചെയ്യും. അത് ഏദൻ തോട്ടത്തിൻ്റെ അനുഭവം നിനക്കില്ലാത്തതുകൊണ്ടാണ്. ഏദൻ തോട്ടത്തിൻ്റെ ഗ്ലോറിക്കകത്ത് നീ കയറിയാൽ ഈ അത്ഭുതവും അടയാളവും എന്ന് പറയുന്നത് നിസ്സാര കാര്യമാണ്. ഡെയിലി നമ്മുടെ ലൈഫിലുള്ളതാണ്. എൻ്റെ ലൈഫും നിറച്ച അത്ഭുതങ്ങളാണ്. എന്നും എപ്പോഴും ഞാൻ അത്ഭുതങ്ങളിലാണ് ജീവിക്കുന്നത്. എല്ലാ ദിവസവും രോഗസൗഖ്യം എന്നിലൂടെ നടക്കുന്നുണ്ട്. ഞാൻ ഫോണിൽ കൂടെ എത്രയോ പേർക്ക് ഞാനിത് വിളിച്ച് പറഞ്ഞു പോയി. കാരണം എത്രയോ വർഷങ്ങളായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്കിതിപ്പോൾ വലിയ അത്ഭുതമായിട്ട് തോന്നാറില്ല. കാരണം എല്ലാ ദിവസവും ഏതെങ്കിലും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ സൗഖ്യമാവും. അത് മണിക്കൂർ പ്രാർത്ഥിച്ചിട്ടല്ല, ഞാൻ കിടന്ന് ഉറങ്ങുമ്പോഴായിരിക്കും വിളിക്കുന്നത്, തിരിഞ്ഞ് സ്തോത്രം, ഹല്ലേലൂയ, ഗ്ലോറി, ദൈവം അനുഗ്രഹിക്കട്ടെ, അടുത്ത നിമിഷം അവർ വിളിച്ചു പറയും സൗഖ്യമായെന്ന്. അപ്പം എൻ്റെ ലൈഫിൽ രോഗസൗഖ്യം എന്ന് പറയുന്നതോ പ്രവചനം എന്ന് പറയുന്നത് എല്ലാ ദിവസവും പ്രവചനം. ഞാൻ ചിരിച്ചാലും പ്രവചനം, നടന്നാലും പ്രവചനം, ഇരുന്നാലും പ്രവചനം, കളി പറഞ്ഞാലും പ്രവചനം, ശാസിച്ചാലും പ്രവചനം, എന്ത് പറഞ്ഞാലും പ്രവചനം എന്ന് പറയുന്നത് ചുമ്മാ ഒഴുകിക്കൊണ്ടിരിക്കുക. അത് ഒരിക്കലും അത് മെസ്സേജ് മൊത്തം പ്രവചനമാണ്. ഹല്ലേലൂയ. അപ്പോൾ പ്രവചനം ഒരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നാറില്ല. കാരണം കർത്താവ് എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് പ്രവചനം നടന്നുകൊണ്ടിരിക്കുക. രോഗസൗഖ്യം എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കുക. അനേകരെ എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കുക. എന്തൊക്കെ കൃപാവരമുണ്ട് ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അത് ഇന്ന് എന്നെ സംബന്ധിച്ച് ഒരു അത്ഭുതമല്ല. ഹല്ലേലൂയ. ഞാൻ അതിൻ്റെ മുകളിലായിപ്പം. കാരണം ഞാൻ റൂള് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ എത്രയോ വർഷമായിട്ട് ഞാൻ വാഴ്ച തുടങ്ങി. 12 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വാഴാൻ തുടങ്ങി. ഞാനിപ്പം രോഗസൗഖ്യങ്ങളും അത്ഭുതങ്ങളും പ്രവചനത്തിനകത്തല്ല നിൽക്കുന്നത്. ഞാൻ അതിൻ്റെ മുകളിൽ ദേശങ്ങളെ വാഴുന്നു, രാജ്യങ്ങളെ വാഴുന്നു, പട്ടണങ്ങളെ വാഴുന്നു, ജനങ്ങളെ വാഴുന്നു, ജാതികളെ വാഴുന്നു. എത്ര പേർക്ക് മനസ്സിലായി? കഴിഞ്ഞ 10-12 വർഷമായി ദൈവരാജ്യത്തിനകത്ത് ദൈവസഭ, ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. ഒരു ദൈവസഭ എന്ന് പറഞ്ഞാൽ വാഴാൻ അഭിഷേകമുള്ളവന്റെ കയ്യിലാണ് ദൈവം അത് കൊടുക്കുന്നത്. മനസ്സിലായോ? ഒരു പാസ്റ്റർ എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിച്ച സാധാരണ സംഭവമല്ല. ഗ്ലോറിക്കകത്ത് നിൽക്കുന്നവന്റെ കയ്യിൽ ആ ദേശത്തെ ദൈവം കൊടുക്കുന്നത്. അവൻ കൃപാവരങ്ങൾക്കകത്ത് നിന്നാൽ ദേശത്തെ പിടിക്കാൻ പറ്റത്തില്ല. അവൻ വാഴുന്ന അഭിഷേകം അവന്റെ മേൽ വ്യാപരിക്കുമ്പോൾ തിരുവനന്തപുരത്തെ വാഴുന്ന പൈശാചിക മണ്ഡലങ്ങളെ കാൽച്ചവിട്ടിലാക്കിക്കൊണ്ട് ദൈവരാജ്യം പണിയാൻ അഭിഷേകമുള്ളവന്റെ കയ്യിലാണ് ദൈവരാജ്യത്തെ ദൈവം കൊടുക്കുന്നത്. ഒരു ആലയത്തെ ദൈവം കൊടുക്കുന്നത്. നെടുമങ്ങാടിനെ വാഴാൻ, തിരുവനന്തപുരത്തെ വാഴാൻ, ഹല്ലേലൂയ, കാരേറ്റിനെ വാഴാൻ, പാലോടിനെ വാഴാൻ, വിതിരയെ വാഴാൻ അഭിഷേകം നിന്റെ അകത്ത് വ്യാപരിക്കുകയാണ്. നീ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നവൻ മാത്രമല്ല, അതിനു മുകളിൽ ദേശത്തെ, ദേശങ്ങളെ, പട്ടണങ്ങളെ, ജാതികളെ നീ വാണുകൊണ്ടിരിക്കുക. ഓ ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ വാഴുന്ന അഭിഷേകം കേട്ടോ. നമ്മുടെ അകത്ത് ദൈവം അത്ഭുതം അടയാളം കണ്ട് അതിനകത്ത് സ്റ്റക്കായി നീ നിൽക്കരുത്. നിന്റെ തലവേദന മാറുന്ന അതൊക്കെ സാധാരണ സംഭവങ്ങളാണ്. തലമുറ ഉണ്ടാകുന്ന സാധാരണ എത്രയോ ആയിരങ്ങൾക്കുണ്ടായി ഇത്രയും വർഷത്തിനിടയിൽ. ഇതൊരു സംഭവമല്ല. ഫ്രൈസരോ, നമ്മൾ ഈ ഇവിടെ നമ്മുടെ KFM-ൽ നടക്കുന്ന അത്ഭുതങ്ങളെ കുറിച്ച് ജസ്റ്റ് ഞാനും ജോസ് പാഷും കൂടെ നേരെ സംസാരിച്ചപ്പോൾ നമ്മളിതൊക്കെ വലിയ കാര്യമായിട്ട് കാണാത്തതുകൊണ്ട് നമ്മളങ്ങ് പറയും. എത്ര ക്യാൻസർ രോഗികൾ സൗഖ്യമായി, എത്ര പേർക്ക് തലമുറ ഉണ്ടായി, എത്ര പേര് വീൽ ചെയറിൽ കൊണ്ടുവന്നവർ എഴുന്നേറ്റ് ഓടി, എത്ര തളർവാദ രോഗികൾ സൗഖ്യമായി, എത്ര മരിച്ചവർ എഴുന്നേറ്റു. ICUക്കകത്ത് മരിച്ചു എന്ന് പറഞ്ഞവൻ വരെ പ്രാർത്ഥിച്ചെഴുന്നേറ്റ്. നമുക്കിത് വലിയ സംഭവമായിട്ട് തോന്നിയിട്ടില്ല. നമ്മളിതൊന്നും പറഞ്ഞുകൊണ്ട് കിടക്കുന്നില്ല. ദാ ഇവിടെ നിൽക്കുന്ന ഉദയം പറഞ്ഞ വിളിച്ച് ഫ്രണ്ടിൽ നിന്ന് 5 രോഗങ്ങൾ, മാരക രോഗങ്ങൾ സൗഖ്യമായ ആളെ ഇരിക്കുന്നത്. ഇത് വേറെ ഒരിടത്തും അവർ സൗഖ്യം നമ്മൾ പറയും. കാരണം നമുക്കതൊരു വലിയ കാര്യമല്ല. അതിന്റെ മുകളിൽ നമ്മൾ കയറിയിരിക്കുക. കാരണം ഇവിടെ എത്രയോ ഗസ്റ്റ് ഭാഷന്മാർ വരുന്നു. അവർ അത്ഭുതങ്ങളും അടയാളങ്ങളെ കുറിച്ച് പറയുന്നു. അവർ ഇവിടുന്ന്, പക്ഷേ അവർ പോകുമ്പോൾ പറയും ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു ഗ്ലോറി കിട്ടി,
ഇരട്ടി പങ്ക് കിട്ടി, അഭിഷേകം കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് പോവുക. കാരണം അവർക്ക് വാഴാൻ പറ്റുന്നില്ല, അവർക്ക് ഇതുപോലെ സഭകളില്ല, അവർക്ക് ഇതുപോലെ ശുശ്രൂഷകളില്ല, അവർക്ക് ഇതുപോലെ ജനങ്ങളില്ല. ഹല്ലേലൂയ, സ്തോത്രം. കാരണം അവരുടെ മേൽ വാഴുന്ന ഒരു അഭിഷേകം വ്യാപരിക്കുന്നില്ല. ഇന്ന് പകൽ നീ തിരിച്ചറിയണം, ഈ ദൈവസഭയ്ക്കകത്ത് ദേശങ്ങളെ വാഴുന്ന ഒരു അഭിഷേകം, പട്ടണങ്ങളെ വാഴുന്ന ഒരു അഭിഷേകം, ദേശാധിപതി ശക്തികളെ തകർക്കുന്ന ഒരു അഭിഷേകം, അതാ നിന്റെ അകത്ത് വ്യാപരിക്കുന്നത്. അത് നിന്റെ അകത്ത് വ്യാപരിക്കുന്നു. ഞങ്ങൾ കൈവയ്ക്കുമ്പോൾ അത് നിന്റെ മേൽ വ്യാപരിക്കുക. ഓ ജീസസ്, ഓ ഹല്ലേലൂയ, ജീസസ് വ്യാപരിക്കട്ടെ. യെസ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ വാഴാൻ പോവുകയാണ്. നമ്മൾ വാഴാൻ പോകുന്നു. 38-ത് വായിക്കുക. 36-ൻ്റെത്, പിന്നീട് 36-ൻ്റെ ആ പ്രവചന ദൂതുകൾ 35 മുതൽ ഏദൻ തോട്ടം പോലെ ആയിരുന്നു. ശൂന്യമായി കിടന്നിരുന്ന ദേശം ഏദൻ തോട്ടം പോലെ ആയി തീർന്നുവല്ലോ. പാഴും ശൂന്യവുമായി ഇടിഞ്ഞു കിടന്നിരുന്ന പട്ടണങ്ങൾ ഉറപ്പും നിവാസികളും ഉള്ളവ ആയി തീർന്നുവല്ലോ. എല്ലാം ശൂന്യമായി കിടന്നത് എല്ലാം വെച്ച് നടുതല വെച്ചുണ്ടാക്കിയത് നിങ്ങളുടെ ചുറ്റും ശേഷിക്കുന്ന ജാതികളെന്ന് അറിയും. പ്രൈസ് ദി ലോർഡ്. വായിച്ചു 37. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ഗൃഹം എന്നോട് അപേക്ഷിച്ചിട്ട് ഞാൻ ഒന്നും കൂടെ ചെയ്യും. ഞാൻ അവർക്ക് ആളുകളെ ആട്ടിൻകൂട്ടം പോലെ, ഈ സഭയ്ക്കകത്ത് ആളുകൾ ആട്ടിൻകൂട്ടം പോലെ കയറി വരാൻ പോകും. ഹല്ലേലൂയ. KFM ഗ്ലോബൽ വർഷിപ്പ് സെന്ററിനകത്ത് കണ്ണുകൊണ്ട് നീ നോക്കുമ്പോൾ കാണാൻ പറ്റാത്ത രീതിയിൽ പുരുഷാരം പുത്തരിക്കണ്ട മൈതാനത്തിലും ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലും വന്നാലും നിറയാത്ത, കവിഞ്ഞൊഴുകുന്ന ഒരു പുരുഷാരത്തെ, ആളുകളെ ആട്ടിൻകൂട്ടങ്ങളെ പോലെ നമ്മുടെ ആലയത്തിനകത്തോട്ട് ദൈവാത്മാവ് അടിച്ചു കയറ്റാൻ പോയ. വായിച്ചോ. ശൂന്യമായി പോയിരുന്ന പട്ടണങ്ങൾ വിശുദ്ധമായ ആട്ടിൻകൂട്ടം പോലെ. വിശുദ്ധ രണ്ട് തരത്തിലുള്ള സംഭവമുണ്ട്. ഒന്ന് ആട്ടിൻകൂട്ടം, ആളുകൾ ആട്ടിൻകൂട്ടം പോലെ. രണ്ടാമത്തെ ഒരു കൂട്ടം വിശുദ്ധമായ ആട്ടിൻകൂട്ടം. മനസ്സിലായോ എന്താണ്? ഒന്ന് ആട്ടിൻകൂട്ടം, പുരുഷാരായിരം, എല്ലാവരും നിത്യത പോകണമെന്നില്ല. എന്നാൽ രണ്ടാമത്തെ ഒരു കൂട്ടമുണ്ട്, വിശുദ്ധമായ ആട്ടിൻകൂട്ടം. നിങ്ങൾ ഏത് ഗണത്തിൽപ്പെടാൻ ആഗ്രഹിക്കുന്നത്? വന്ന് കണ്ട് എത്തി നോക്കി പോകുന്ന ആൾക്കാരായിട്ടാണോ, സാധാരണ ആൾക്കൂട്ടമായിട്ടാണോ നീ ഇരിക്കുന്നത്? അതോ ഒരു വിശുദ്ധമായ ആൾക്കൂട്ടമാകാൻ നിനക്ക് ഒരു വിളിയുണ്ടോ? നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ? നീ സാധാരണ ഒരു ആൾക്കൂട്ടമായി ഇതിനകത്ത് വന്നിരുന്നാൽ നിനക്കൊരു വിഷയമല്ല. 1-2 ആഴ്ച വന്നിട്ട് എത്തി നോക്കി ഇരുന്ന് ഇതെങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് നീ തിരിച്ചു പോകും. നിന്റെ പേരാണ് ആൾക്കൂട്ടം. നീ വെറും ഒരാളാണ്. നീ വരുന്നു, ഇരിക്കുന്നു, കാണുന്നു, പോകുന്നു. പക്ഷേ രണ്ടാമത്തെ ഗണം വിശുദ്ധമായ ആൾക്കൂട്ടം, വിശുദ്ധമായ ഒരാട്. നീ ഏത് ഗണത്തിൽ പെടാൻ ആഗ്രഹിക്കുന്നു? യെസ്, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആത്മാവിൽ ഞാൻ ദൂത് പറയുകയാണ്, ഒരു വിശുദ്ധമായ ഒരു ആട്ടിൻകൂട്ടമാണ്. ആ ഗണത്തിനകത്ത് നീ കയറണം. നീ പറയണ ഒരു സാധാരണ ആട്ടിൻകൂട്ടത്തിനകത്ത് വന്നെത്തി നോക്കി പോകാനല്ല, ഒരു നിത്യതയ്ക്കകത്ത് കയറുന്ന, കർത്താവിന്റെ തോളിൽ ഇരുത്തിരിക്കുന്ന സ്വർഗസ്ഥനായ പിതാവിനോടുകൂടി യേശു ഇരിക്കുന്നത് പോലെ സ്വർഗത്തിൽ ഞാൻ ഒരിക്കൽ കർത്താവിനോടുകൂടി ഇരിക്കാൻ വിളിക്കപ്പെട്ട, മുദ്രയടിക്കപ്പെട്ട വിശുദ്ധ ആടായി ദൈവം നിന്നെ മാറ്റാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഒരു വിശുദ്ധ ആട്ടിൻ കൂട്ടമായി ദൈവം നിന്നെ മാറ്റാൻ പോകും. ഹല്ലേലൂയ. വായിച്ചോ.
ഉത്സവങ്ങളിൽ യെരൂശലേമിലെ ആട്ടിൻകൂട്ടം പോലെ തന്നെ മനുഷ്യരാകുന്ന ആട്ടിൻകൂട്ടം കൊണ്ട് നിറയും. ഞാൻ യഹോവ എന്ന് അവർ ദൈവം പറയാ യഹോവ എന്ന നാട് മുഴുവൻ അറിയത്തക്ക രീതിയിൽ KFM സിറ്റി ചർച്ച് അല്ലെങ്കിൽ എല്ലാ സഭകളിലും ദൈവത്തിന്റെ ജനത്തെ കൊണ്ട് നിറയും, കവിഞ്ഞൊഴുകും, നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകി പരന്ന് ഞാൻ യഹോവ എന്ന നാട് മുഴുവൻ അറിയത്തക്ക രീതിയിൽ സ്വർഗസ്ഥനായ പിതാവിനോടുകൂടി ദൈവം വേർതിരിച്ച് വിളിച്ച ദൈവത്തിന്റെ ജനമേ, ഇനി നീ ഒരു സാധാരണ ശുശ്രൂഷകനായിട്ട് ഇരിക്കാനുള്ള നിന്നെ ദൈവം മെതിവണ്ടിയാക്കാൻ പോകുന്നു. ദൈവം നിന്നെ അഭിഷേകം ചെയ്യാൻ പോകുന്നു. നീ ഇനി വാഴാൻ പോവുകയാണ്. നീ വാഴാൻ പോകുന്നു. നീ രോഗങ്ങളെ വാഴും. നീ രോഗങ്ങളെ വാഴും. നീ രോഗങ്ങളെ വാഴും. നീ പാപത്തെ വാഴും. നീ പൈശാചിക മണ്ഡലങ്ങളെ വാഴും. അത് നിന്റെ കാൽ കീഴിലായി മാറും. നിന്റെ കുടുംബം നിന്റെ കാൽ കീഴിലാകും. ജാതികൾ നിന്റെ കാൽ കീഴിലാകും. രോഗം നിന്റെ കാൽ കീഴിലാകും. ദാരിദ്ര്യം നിന്റെ കാൽ കീഴിലാകും. കടഭാരം നിന്റെ കാൽ കീഴിലാകും. കർത്താവ് പറയാ വാഴാൻ 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 ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നു. നീ പുഷ്ടി പ്രാപിക്കും. നീ സന്താന പുഷ്ടിയുള്ളവനായി ഭൂമിയെ അടക്കി വാഴൂ. ദൈവം നിന്നെ വിളിച്ചത് വാഴാനാണ്. ദൈവം നിന്നെ വിളിച്ചത് വാഴാനാണ്. ഹല്ലേലൂയ ജീസസ്. അടുത്തിരിക്കുന്ന കരം കൊണ്ട് പറഞ്ഞു ഞാൻ വാഴാൻ പോവുകയാണ്. എല്ലാരും പറഞ്ഞു ഞാൻ വാഴാൻ പോവുകയാണ്. പിന്നെ ബ്രദറെ പട്ടണങ്ങളെ വാഴാൻ പോവുക. ബിസിനസ്സൊക്കെ അങ്ങ് അഭിവൃദ്ധിപ്പെടണം. ചെറിയ പരിപാടിയല്ല. ഹല്ലേലൂയ. ഓയിൽ എടുത്തോണ്ട് പെട്ടെന്ന് ഓയിൽ എടുത്തോണ്ട് വിജയം ബ്രദർ ഓയിൽ കൊണ്ട് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം പറയാ ചിലരെ കർത്താവ് ഇന്ന് അഭിഷേകം ചെയ്യാൻ പോവുക. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ ഫൈനാൻഷ്യൽ ഗ്ലോറി നിറയ്ക്കാൻ പോകുന്നു. ചിലരെ മൾട്ടി ബില്യനേഴ്സ് ആക്കാൻ പോവുകയാണ്. ദൈവം ചിലരെ മൾട്ടി ബില്യനേഴ്സ് ആക്കാൻ പോകുന്നു. നിങ്ങളുടെ ദാരിദ്ര്യങ്ങൾ ഇന്ന് പകൽ പൊടിഞ്ഞ് മാറാൻ പോകുന്നു. ഈ 2023 മെയ് മാസത്തിനകത്ത് നിങ്ങൾ കയറുമ്പോൾ നിങ്ങൾ ഒരു വലിയ അബ്രഹാമിക് ബ്ലെസ്സിങ് നിങ്ങളുടെ മേൽ ഒഴുകിയിട്ട് നിങ്ങൾ ദേശങ്ങളെ, രാജ്യങ്ങൾ, പട്ടണത്തിലെ പ്രഭുക്കന്മാരായി ശാപങ്ങളെ അഴിച്ചു കളയുന്ന പ്രഭുക്കന്മാരാക്കി വാരിക്കോരി ദൈവരാജ്യത്തിന് കൊടുക്കുന്നവരായി നിങ്ങൾ തൊടുന്നതൊക്കെ അനുഗ്രഹിക്കപ്പെട്ടവരായി, നിങ്ങളുടെ ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെട്ട് നിങ്ങൾ വർദ്ധിച്ച് പെരുകി നിങ്ങളുടെ ശാപങ്ങൾ പൊട്ടി വാഴുവാനൊരു അഭിഷേകം നിന്റെ അകത്ത് ദൈവം ചെയ്തെടുക്കാൻ പോവുകയാണ്.